ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നാം പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്, അസുലഭ മുഹൂർത്തമാണ്. ഈ ഒരു പരിശുദ്ധമായ റമദാൻ നമ്മോട് വിട പറയുമ്പോഴേക്ക് ഒരുപാട് സുകൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ചീള് കാരക്ക കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ പുണ്യങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ റമദാൻ ഒരുപാട് സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. റഹ്മത്തിന്റെ 10 വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നരകമോചനത്തിന്റെ 10 ഇത്ഖും മിനന്നാറിന്റെ 10. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചീള കാരക്ക കൊണ്ടെങ്കിലും നരകത്തിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് സ്വതക്കയുടെ മഹത്വത്തെ വിളിച്ചോതുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ടല്ലോ, ഇന്ന സ്വദഖത സിർരി തുത്ഫിഉ ഗളബ റബ്ബ്. രഹസ്യമായ സ്വദഖ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദേഷ്യത്തെ കെടുത്തുന്നതാണ്, അവന്റെ കോപത്തെ കെടുത്തുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ മഹത്വം വിശദീകരിക്കുമ്പോൾ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അടിമയെ നമ്മളെ സഹായിക്കുന്ന കാലമത്രയും, നമ്മൾ നമ്മുടെ സഹോദരന്റെ പ്രയാസങ്ങൾ അകറ്റുന്ന കാലമത്രയും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മോടൊപ്പമുള്ള വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരും എന്നുള്ളതാണ്. അവനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാർ, മഹത്തുക്കൾ നമുക്കറിയാലോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സ്വഹാബിയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഒരു പ്രതിസന്ധി ഘട്ടം നിറഞ്ഞ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്ത സ്വദഖയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഈ സ്വദഖക്ക് ശേഷം ഉസ്മാൻ ചെയ്യുന്ന ഒരു ദോഷത്തിന്റെയും കുറ്റം അദ്ദേഹത്തിന് ലഭിക്കൂല എന്ന് പറഞ്ഞാൽ, അത്രയും പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ ഹബീബിന് ഉപകരിച്ചു എന്നുള്ളതാണ്. അതുപോലെയാണ് ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവരൊക്കെയും പരസ്പരം മത്സരായിരുന്നു. ദാനധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ അവർ മത്സരമായിരുന്നു.
പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, ഈ റമളാൻ നമ്മോട് വിട പറയുന്ന ഒരു സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നാം നമ്മുടെ സ്വന്തത്തോട് ചോദിക്കണം, എന്ത് ചെയ്തു? ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തിന് പെരുന്നാളിന്റെ വസ്ത്രം എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്കറിയാലോ, SKSSFന്റെ വിഖായ എന്ന് പറയുന്ന ടീം അൽഹംദുലില്ലാ ഒരുപാട് സേവനങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്ന പുണ്യമായ സമസ്തയുടെ വലിയ വരദാനമാണ് SKSSF വിഖായ എന്ന് പറയുന്നത്. ഇഫ്താർ ടെന്റ് എന്ന് പറയുന്ന ഒരു സുഹൃതം നമ്മുടെ മുമ്പിലേക്ക് അവർ വെച്ചു തരുമ്പോ, ഈ നോമ്പും പിടിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പാവങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ അവർ പെടുന്ന പാടെത്രയാണ്. അള്ളാഹു സേവനങ്ങളെ കബൂൽ ചെയ്യട്ടെ. അതുപോലെ നമുക്കും സാധിക്കണം. നമ്മുടെ മുമ്പിലേക്ക് ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോ അവർക്കെന്തെങ്കിലും കൊടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. ഇനി കൊടുക്കാൻ കയ്യിലില്ലെങ്കിൽ അവരെ നല്ലതുപോലെ യാത്രയാക്കാനെങ്കിലും നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ അവന്റെ അടിമകളെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു തന്ന സമ്പത്താണ്. ഈ സമ്പത്ത് കൊണ്ട് നാം മറ്റുള്ളവർക്ക് തണലേകുമ്പോ, ആശ്വാസമേകുമ്പോ, വലിയ പ്രതീക്ഷയാകുമ്പോ, അള്ളാഹു മറ്റൊരു വഴിയിലൂടെ നമുക്കത് തരികയാണ്, നൽകുകയാണ്. മാത്രമല്ല, നാളെ ഒരു ലോകം നമുക്ക് മുമ്പിൽ വരാനുണ്ട്. സിറാത്തുൽ മുസ്തഖീം എന്ന പാലം നമുക്ക് കടക്കാനുണ്ട്. അവിടെ നമുക്ക് കവചമായി വരുന്നത് നാം ജീവിതത്തിൽ ചെയ്ത സ്വതക്കകളാണ്. കാലൊന്നിടറുമ്പോ നമുക്ക് വലിയ പ്രതീക്ഷയായി നമ്മുടെ കൈപിടിക്കാൻ നാം ചെയ്തു പോയ ദാനധർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമെന്നുള്ളത് നാം പഠിച്ചവരാണ്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വതക്ക ചെയ്യുന്നവരിൽ ഏറ്റവും അധികം സ്വതക്ക ചെയ്യുന്ന ആളായിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവരൊന്നും സ്വതക്ക ചെയ്യുമ്പോൾ എടുത്തു വെക്കാൻ പോലും മറന്നുപോകുന്നവരാണ്. നാളത്തേക്ക് അവർ എടുത്തു വെക്കാൻ മറന്നുപോകും. എല്ലാം അങ്ങ് കൊടുത്തു തീർക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന നന്മകളൊക്കെയും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുമ്പോഴേക്ക് പാപങ്ങളില്ലാത്ത, തെറ്റുകളില്ലാത്ത ഹൃദയങ്ങളാക്കി നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു സംസ്കരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.